അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ചു കഴിഞ്ഞു മുസ്ലിമുകളെ നിയമിക്കേണ്ടി വരും വഖഫ് ബോർഡിൽ, കാരണം കേന്ദ്ര നിയമം അതാണ് പറയുന്നത്. അപ്പോൾ ലീഗിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് കാര്യങ്ങൾ. ലീഗ് എന്ത് നിലപാടെടുക്കും? ഇത് ലീഗിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ സുപ്രീം കോടതിയിൽ പോയ ആളുകളുണ്ടല്ലോ, ലീഗാണ് മുസ്ലിം അംഗങ്ങളെ കൊണ്ടുവരാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് എന്ന് ആക്ഷേപിക്കുന്ന ആളുകൾ, അവരുടെ വക്കീല് ഇന്നലെ എന്താണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത്? അവർക്ക് വേണ്ടി ഇന്നലെ വഖഫ് ബോർഡിന് വേണ്ടി എന്റെ ധാരണ ഹുസൈഫ അഹമ്മദിയാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ കേസ് വാദിച്ചത്. അവരാവശ്യപ്പെടുന്നത് 2 അമുസ്ലിം അംഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ്. ഒരു രാഷ്ട്രീയ സംവാദത്തിന്റെ വേദിയിലല്ല, രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുൻപാകെ അവർ പറഞ്ഞ കാര്യമാണ്. സമാനമായ നിലപാട് ഇപ്പൊ നമ്മൾ ഈ രണ്ടാമത് ബോർഡിന് അംഗങ്ങൾ കൊടുത്ത ഒരു പെറ്റീഷൻ ഉണ്ടല്ലോ, അത് ഉമ്മർ ഫൈസിയുടെ പെറ്റീഷൻ എന്ന നിലക്കാണ് നമ്മൾ അതിനെ ചർച്ച ചെയ്തു പോകുന്നത്. പക്ഷെ രസകരമായ കാര്യം, ഞാൻ തെളിവോട് കൂടിയാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിൽ 1ാം കക്ഷിയാണ്, അത് ഫയൽ ചെയ്യുന്നവരിൽ 1ാമത്തെ പേരുകാരനാണ് ഉമ്മർ ഫൈസി. 2ാമത്തെ പേരുകാരൻ എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് മുൻപാകെ വഖഫ് ബോർഡിലെ നോൺ മുസ്ലിം ഇൻക്ലൂഷൻ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മർ ഫൈസി സമർപ്പിച്ച ഹർജിയിലെ 2ാമത്തെ പരാതിക്കാരന്റെ പേര് അഡ്വക്കേറ്റ് എ റഹീം എന്നാണ്. അദ്ദേഹം ഈ രാജ്യത്തിന്റെ രാജ്യസഭാ അംഗമാണ്, CPM-ന്റെ നേതാവാണ്. അപ്പൊ ഇത് ലീഗിന്റെ മാത്രം ഒരു പ്രശ്നം എന്ന നിലക്ക് ആരും ഇതിനെ ചിത്രീകരിക്കാൻ സാധിക്കില്ല. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ പരിശോധിച്ചാൽ BJP രാജ്യത്ത് നടപ്പിലാക്കിയ എല്ലാവർക്കും ആക്ഷേപം ഉണ്ടായിരുന്ന വഖഫ് നിയമം, ആ വഖഫ് നിയമം അനുസരിച്ച് രാജ്യത്ത് ആദ്യമായി ഒരു വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മധ്യപ്രദേശാണ്. എന്റെ ധാരണ ശരിയാണെങ്കിൽ 2ാമത് ആ നിയമം നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് നടപ്പാക്കുന്ന പിണറായി സർക്കാരാണ്. ഒരു അനിവാര്യത ഉണ്ടായിരുന്നില്ല. 2024 കേരള ഹൈക്കോടതി ജസ്റ്റിസ് അമിത് റാവലിന്റെ ഒരു ജഡ്ജ്മെന്റ് പ്രകാരം പുതിയ വഖഫ് ബോർഡ് വരുന്നത് വരെ നിലവിലുണ്ടായിരുന്ന, എന്ന് വെച്ചാൽ ഈ ഹംസ വരുന്നതിന് മുൻപുണ്ടായിരുന്ന വഖഫ് ബോർഡിന് തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്താണ്. അപ്പം ഇവര് തിരക്കിട്ട് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ പാക്കേജ് ഉണ്ടായിരുന്നു. പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കടന്നു വന്ന ഇപ്പോഴത്തെ വഖഫ് ചെയർമാൻ, അദ്ദേഹത്തെ പൊന്നാനിയിൽ പരാജയപ്പെട്ടപ്പോൾ പൊളിറ്റിക്കലി സെറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തിരക്കിട്ട് നിയമം നടപ്പാക്കി. എല്ലാത്തിനും ഒരു വേരുണ്ടാവുമല്ലോ, ഒരു റൂട്ട് കോഴ്സ് ഉണ്ടാവും. അത് ഇതാണ്, ഈ രാജ്യത്ത് ഈ നിയമം ഇവര് നടപ്പാക്കി. പിന്നീട് ഇങ്ങോട്ട് ഒരു സന്ദർഭത്തിലും പത്രക്കാരോട് പറഞ്ഞതല്ലാതെ സുപ്രീം കോടതിക്ക് മുൻപിൽ ഈ വഖഫ് ബോർഡോ വഖഫ് ബോർഡ് അംഗങ്ങളോ അവർ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ രാജ്യസഭാ MP പോലും സെക്ഷൻ 14(1) ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ശരി, ഞാൻ സമ്മതിക്കുന്നത്, ഞാൻ ആ തർക്ക വിഷയമല്ല നമുക്ക് മുന്നിൽ. മുൻ സർക്കാരോ പഴയ വഖഫ് ബോർഡോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ കാലാവധി തീർന്ന് പുനഃസംഘടിപ്പിക്കപ്പെടുന്ന വഖഫ് ബോർഡോ എന്തു പറഞ്ഞു എന്നത് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. എൻ്റെ ചോദ്യം അതല്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു നിലപാടുണ്ട്, ആ മുസ്ലിമുകൾ വഖഫ് ബോർഡിൽ പാടില്ല. ആ നിലപാടിൽ നിങ്ങൾ ഓക്കെ അല്ല, ഞാൻ പറയാം, അത് നിങ്ങൾ സുപ്രീം കോടതിക്ക് മുന്നിൽ അതൊരു പെറ്റീഷനായി നിങ്ങൾ ഫയൽ ചെയ്തിട്ടുമുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് ഇക്കാര്യം, മുസ്ലിം ലീഗ് കൂടി ഈ സർക്കാരിന്റെ ഭാഗമല്ലേ, അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ ആ പെറ്റീഷനുമായി മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതാണ് ചോദ്യം. വലിയ തെറ്റിദ്ധാരണ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം, രാജ്യത്തത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. അവരത് പാസ്സാക്കുന്നു. കേന്ദ്രം പാസാക്കിയ ഒരു നിയമത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നോ മതസ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നുവെന്നോ മുസ്ലിം ലീഗിനെന്നല്ല, രാജ്യത്തെ ഏത് പ്രതിപക്ഷ പാർട്ടിക്കും ഏത് ഗവൺമെന്റിനും അഭിപ്രായ വ്യത്യാസം നിങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന സമീപനം എന്താണ്? സുപ്രീം കോടതിയെ സമീപിക്കുക. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, അൾട്രാ വൈറസ് ആണ് എന്ന് പറയുക. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അത് സുപ്രീം കോടതി അണ്ടർ കൺസിഡറേഷൻ ആണ്. ആ കേസിൽ ഞങ്ങളുടെ നിലപാട് ശക്തമായി ഉന്നയിച്ചിരിക്കുന്നു. ആ കേസ് അവിടെ പെൻഡിംഗ് ആണ്. ഇതിപ്പോ കേരള ഹൈക്കോടതിയിൽ എന്ന് വെച്ചാൽ സുപ്രീം കോടതി നമുക്കറിയാമല്ലോ, താങ്കളുടെ പേര് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ടെലിയിനായതുകൊണ്ടാണ്. സുപ്രീം കോടതി ആ കേസിൽ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തു, ഇപ്പൊ കളക്ടർക്ക് നൽകിയിരുന്ന അമിതാധികാരങ്ങൾ സുപ്രീം കോടതി കട്ട് ഓഫ് ചെയ്തു. ഒരു ഗവൺമെന്റ്, ഞാനത് വിശദീകരിച്ച് പറഞ്ഞ തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ്. ഗവൺമെന്റ് പ്രോപ്പർട്ടിയായി ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ ഉടനെ ഗവൺമെന്റ് പ്രോപ്പർട്ടിയായി മാറുന്ന ഓപ്ഷൻ അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. എന്നാൽ ഈ നോൺ മുസ്ലിം ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് മുൻപാകെ വാദം വന്നപ്പോൾ അത് പൂർണ്ണമായി റദ്ദാക്കിയില്ല. അതിനകത്തൊരു ലിമിറ്റ്, മാക്സിമം അംഗങ്ങൾ ഇത്രയേ പാടൂ എന്നൊരു ലിമിറ്റ് സുപ്രീം കോടതി കൊണ്ട്, എന്ന് വെച്ചാൽ സെക്ഷൻ 14 അതിന്റെ എല്ലാ പ്രൊവിഷനുകളുടെയും രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും ഒരു കോടതിക്ക് മുൻപാകെ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ സുപ്രീം കോടതി അൾട്രാ വൈറസ് ആണ് എന്ന് കണ്ട് സെറ്റ് അസൈഡ് ചെയ്യാതെ രാജ്യത്ത് ലോ ഓഫ് ദ ലാൻഡായി നിലനിൽക്കുന്ന ഒരു നിയമം
ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊരു അഫിഡവിറ്റ് പിണറായി സർക്കാരിനോ സതീശൻ സർക്കാരിനോ രാജ്യത്തെ ഏതെങ്കിലും ഒരു സർക്കാരിനോ കൊടുക്കാൻ കഴിയില്ല. നമുക്കതിനകത്ത് ആകെയുള്ള ഓപ്ഷൻ എന്താണ്? സുപ്രീം കോടതിയിൽ ഈ നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധത ഉന്നയിക്കുക. അത് നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ കേസ് അസാധുവാകും എന്നൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുൻ നിയമമന്ത്രിയും ഇത് പറയുന്നത് കേട്ടു. നിയമത്തിന്റെ ABCD അറിയാവുന്നവർക്കറിയാം. ഹൈക്കോടതിയിൽ എന്തെങ്കിലും അഫിഡവിറ്റ് കൊടുത്തു എന്ന് കരുതി സുപ്രീം കോടതിക്ക് മുൻപാകെ ഒരു നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന കേസ് സുപ്രീം കോടതി ഫൈനലി ഡിസ്പോസ് ചെയ്യുന്നത് വരെ, എന്നുകിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വെച്ചാൽ നിയമം റദ്ദാക്കുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഹർജി തള്ളുന്നവർ ആ കേസ് അവിടെ നിലനിൽക്കും. ഒരു നിലക്കും ആ കേസ് ഇത് രണ്ട് കേസാണ്. കേരള ഹൈക്കോടതിയിൽ പോയിട്ട് കേന്ദ്രത്തിന്റെ ഒരു നിയമത്തെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിന്റെ മുഴുവൻ പിറകിലുള്ളത് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം നേരത്തെ രൂപീകരിച്ച വഖഫ് ബോർഡ്, അതിനകത്ത് ഇതല്ലാത്ത രണ്ട് നോൺ മുസ്ലിം ഇൻക്ലൂഷൻ അല്ലാത്ത പല കാര്യങ്ങളിലും നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായി പലതും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവരെന്തിനാ സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് ഞങ്ങൾക്ക് ഈ 2 അമുസ്ലിം അംഗങ്ങൾ വെക്കുന്നതിൽ എതിർപ്പില്ല എന്ന് പറയുന്നത്? സുപ്രീം കോടതി 2 അമുസ്ലിം അംഗങ്ങൾ കൂടി വെച്ചു കൊടുത്താൽ LDF അന്നുണ്ടാക്കി വെച്ച ഈ വഖഫ് ബോർഡിന് സംരക്ഷണം കിട്ടും. അത് പ്രവർത്തിക്കാം. അവരുണ്ടാക്കിയ പൊളിറ്റിക്കൽ പാക്കേജ് നിലനിൽക്കും എന്നതിനപ്പുറത്ത് BJP നിയമത്തോട് ഒരു എതിർപ്പില്ല എന്നതിന് രാജ്യസഭാംഗമായ A. റഹീം ഒപ്പിട്ട് പിന്നെ രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് മുൻപാകെ കൊടുത്ത കേസിൽ ഇവരുടെ വക്കീൽ അമുസ്ലിങ്ങൾ ഉൾപ്പെടുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഓക്കെ, അവിടെയാണ് ചോദ്യം. അതായത് അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിലെ കേസ് ഭരണഘടനാ വിഷയമായി അത് ചോദ്യം ചെയ്തുകൊണ്ട് ലീഗ് മുന്നോട്ട് കൊണ്ടുപോകും. അതേസമയം സർക്കാർ ഒരു പക്ഷേ ഇതിനിടയിൽ അമുസ്ലിമുകളെ നിയമിച്ച് ഇവിടെ വഖഫ് ബോർഡ് മുന്നോട്ട് പുനഃസംഘടിപ്പിക്കേണ്ടിയും വരും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകും. ആ യാഥാർത്ഥ്യം ലീഗ് മുന്നിൽ കാണുന്നുണ്ട്. ഒരിക്കലുമല്ല. ഇപ്പം അടിയന്തരമായി അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യവും കേരള സർക്കാരിന്റെ മുൻപിലില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് കൊടുത്തിട്ടുള്ള കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇന്നലെ ഇവർ കൊടുത്ത കേസ് ഇവർ അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയെ ഫൈനലി ഡിസ്പോസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് പിന്നെന്താണ്? സബ് ജുഡീസ് ആയ ഒരു വിഷയമാണ്. അതിനകത്ത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ കേസ് തൊട്ട് തമിഴ്നാടിന്റെ അവരാകെ ബാക്കി വെച്ചത് 2 നോൺ മുസ്ലിം ഇൻക്ലൂഷൻ മാത്രമാണ്. ബാക്കിയെല്ലാം നിയമപ്രകാരം ചെയ്തു. തമിഴ്നാട് സർക്കാരിന്റെ ആ കേസ് സുപ്രീം കോടതി. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലാണ് കോടതിയുടെ തീരുമാനപ്രകാരമാണ് ഇനി ഇതിനകത്തൊരു കാര്യം വരുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ മൗലികമായ പ്രശ്നം, ഞങ്ങൾ എന്തോ അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്താൻ നടക്കുന്നു, CPM എന്തോ അതിനെ തടയാൻ നടക്കുന്നു എന്ന് പറഞ്ഞ കഥ നേരെ തിരിച്ചാണ്. അടിയന്തരമായി നടപ്പാക്കി കിട്ടാൻ നിങ്ങൾ അമുസ്ലിമുകളെ ഉൾപ്പെടുത്താൻ നടക്കുന്നു എന്ന് ഒരു പൊളിറ്റിക്കൽ വാദമായിരിക്കാം, നിങ്ങളുടെ എതിർ കക്ഷികളുടെ വാദമാവും. ഞാൻ അത് ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രതിസന്ധി, നിങ്ങൾക്ക് മുന്നിലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു കാര്യം കൂടി, നേരത്തെ ഹൈക്കോടതിയിൽ 14-ാം വകുപ്പ് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് ഈ ഹർജിയെ, വഖഫിന്റെ ഹർജി എതിർത്തുകൊണ്ട് സർക്കാർ നിലപാടെടുത്തപ്പോൾ അന്ന് PMA സലാം അടക്കം താങ്കളുടെ നേതാവടക്കം പറഞ്ഞ ഒരു കാര്യം, 14-ാം വകുപ്പ് നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ അമുസ്ലിമുകളെ നിയമിക്കുമെന്നല്ല, ഞങ്ങളത് സമ്മതിച്ചിട്ടില്ല ആയിരുന്നു അദ്ദേഹം വാദിച്ചത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് അമുസ്ലിമുകളെ നിയമിക്കേണ്ടി വരും എന്നത്. അപ്പോൾ ഒരു യാഥാർത്ഥ്യം അതാണെന്ന് നിങ്ങൾ ഉൾക്കൊണ്ടോ എന്നാണ് ചോദ്യം. അല്ല, ഞങ്ങളുടെ മുൻപിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒട്ടേറെ ഓപ്ഷനുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. കാരണം ഇപ്പൊ അമുസ്ലിം ഇൻക്ലൂഷൻ ആണല്ലോ ഇതിനകത്ത് പ്രധാന പ്രശ്നം. ഞാനൊരു കൗതുകത്തിന് ഒരു കാര്യം പറയാം. ഇപ്പൊ അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്താൻ ഇപ്പോൾ ഉൾപ്പെടുത്തിയവരിൽ തന്നെ ആരാണ് മുസ്ലിം എന്ന ചോദ്യം ഇവിടെ വരും. ആരാണ് അമുസ്ലിം എന്ന ചോദ്യം വരും. മുസ്ലിം പേരുകാരനാവാമോ, അതല്ല ഹിന്ദു ആവണോ, ക്രിസ്ത്യാനി ആവണോ? ഇതൊക്കെ ആലോചിച്ചിട്ടും കണ്ടിട്ടും തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവരുണ്ടാക്കി വെച്ച വഖഫ് ബോർഡിനെ ഞങ്ങൾ പിരിച്ചുവിടാൻ പോകാതിരുന്നത്. ഞങ്ങൾ ചാടിക്കയറി എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരള ഗവൺമെന്റ് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്ന് അമിതമായ ഒരു തിടുക്കവും കാട്ടാതെ ഞങ്ങൾ ഈ വിഷയത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് വി നോ ഹൗ ടു സോൾവ് ദിസ് എന്ന ഉറച്ച കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനകത്ത് പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതല്ല, ഞങ്ങളല്ല. അതെ, നിങ്ങൾ നമ്മുടെ പോയിന്റ്, താങ്കൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഉന്നയിച്ചതല്ല. എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ, ഇനി അമുസ്ലിമുകളെ നിയമിക്കേണ്ടി വന്നാൽ അത് പൊതുവിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ട്, ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അത് പരിഹരിക്കുക സർക്കാരിനപ്പുറം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ കൂടി വേണ്ടിവരും. മതസംഘടനകളെ അടക്കം ബോധിപ്പിക്കേണ്ടി വരും. അതിന് ഒരു നയപരമായ ഇടപെടൽ നടത്താനും നിങ്ങൾ സജ്ജമായി നിൽക്കുകയാണോ? കാരണം ഞാൻ ചോദിക്കുന്നതിൻ്റെ കാര്യം, TK ഹംസ മുൻ വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ ഉന്നയിക്കുന്നു, ഈ വഖഫ് ബോർഡിലേക്ക് അമുസ്ലിമുകൾ വന്നാൽ സ്വാഭാവികമായും ദേവസ്വം ബോർഡുകളിലേക്കും അഹിന്ദുക്കളും വരണമെന്ന വാദം ഉയരില്ലേ, അത് ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന് പറയുന്നു. അത്തരമൊരു പ്രശ്നം നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഈ ഹംസയുടെ വക്കീലാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിക്ക് മുൻപാകെ പോയിട്ട് ഇന്നലെ 2 മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തു എന്ന് പറയുന്നത്. അതിനകത്ത് ഞങ്ങളെ പൊളിറ്റിക്കലി ബ്ലെയിം ചെയ്യുന്നതിനാണ് ഞാനിങ്ങനെ നിരന്തരം ഇതിനകത്തൊരു ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്നത്. ഞങ്ങളിവിടെ ഈ പ്രശ്നം ഞങ്ങളുടെ മുന്നിലുണ്ട്.
ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇപ്പം മതസംഘടനകൾ പല ആശങ്കകളുണ്ട്. സ്വാഭാവികമായും വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസപരമായ വൈകാരികമായ ഒരു വിഷയമാണ്. അതിൽ അവരുന്നയിക്കുന്ന ആശയ കുഴപ്പങ്ങൾ, അവരുടെ ആശങ്കകൾ, അത് അവരെ കേൾക്കാനും അവരോട് സംസാരിക്കാനും പരിഹരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മെക്കാനിസം ഉണ്ട്. ഞങ്ങൾ അവരെ കൺവിൻസ് ചെയ്യും, ബോധ്യപ്പെടുത്തും, ഒരു ചർച്ച നടക്കും. ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു ആശയം അവർക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ, അത് പോസിറ്റീവാണോ, സ്വീകരിക്കാൻ കഴിയുന്നതാണോ, ഞങ്ങൾ സ്വീകരിക്കും. ലീഗ് ഇപ്പോൾ അവരെ വിളിച്ചുകൂട്ടി ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നതല്ല. ഒരു ചർച്ചയും കമ്മ്യൂണിക്കേഷനും ഒക്കെ അതിനകത്ത് നടത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതായത് അമുസ്ലിമുകൾ നിയമനം പോലെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നാൽ അപ്പോൾ അത് സമൂഹത്തെ ബോധിപ്പിക്കാൻ, സമുദായത്തെ ബോധിപ്പിക്കാൻ നിങ്ങൾ സജ്ജരാണ്. ഞാൻ തീർച്ചയായും പറഞ്ഞല്ലോ, അമുസ്ലിങ്ങളെ നിയമിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ എന്ന് താങ്കൾ പറയുമ്പോഴും ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന, രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തെ കോടതിയെ സമീപിച്ച് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിപ്പിച്ച് ഇല്ലാതാക്കാൻ കഴിയുന്ന ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനുമായി രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന് മുൻപാകെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. അതിന്റെ ഫൈനൽ ഡിസ്പോസൽ അനുസരിച്ചാണല്ലോ ഇതിനകത്തൊരു, അതൊരു പെറ്റീഷനിൽ എഴുതി വെക്കേണ്ട കാര്യമില്ല. ഹൈക്കോടതി കൊടുത്ത പെറ്റീഷനിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ സബ്ജക്ട് ടു ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് എവിടെ എഴുതി വെക്കേണ്ട കാര്യമില്ല. സുപ്രീം കോടതി ഫൈനലി ഡിസ്പോസ് ചെയ്യുമ്പോൾ ഈ മുസ്ലിം തീർച്ചയായും പിന്നെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മുൻപാകെ നീതിക്ക് കൈനീട്ടി നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും അതിനകത്ത് ശുഭപ്രതീക്ഷയാണ്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ അവസാനത്തെ ശ്വാസം വരെ പ്രതീക്ഷ അർപ്പിച്ച് നിലയുറപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ശുഭപ്രതീക്ഷയുണ്ട്. ഇതിനകത്തുള്ള സ്വാഭാവികമായ നാച്ചുറൽ ജസ്റ്റിസിനെതിരായി പാർലമെന്റ് അധികാരം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ നിയമത്തിലെ ഈ ഒരു അജണ്ട സുപ്രീം കോടതിക്ക് മുൻപാകെ തുറന്നു കാണിക്കാൻ കഴിയുമെന്ന് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ 22 കോടിയോളം വരുന്ന ഈ രാജ്യത്തോട് കൂറ് പ്രഖ്യാപിച്ച് ഇവിടുത്തെ പൗരന്മാരുടെ വിശ്വാസപരമായ പ്രശ്നത്തിലുള്ള മൗലികമായ ഈ ഒരു ആശങ്ക കേൾക്കും, കാണും, അത് പരിഹരിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെയാണല്ലോ ഞങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്നത്. ആ ഫൈനൽ ജഡ്ജ്മെന്റിൽ ഈ ഒരു വിഷയത്തിൽ ഇതൊരു വിശ്വാസപരമായ വിഷയം എന്ന നിലക്ക് ഇവരുടെ വിശ്വാസപരമായ മേഖലയിൽ തൽക്കാലം അമുസ്ലിങ്ങൾ വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ നമ്മൾ ഫൈനൽ പിന്നെ സബ്ജക്ട് ടു ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് സുപ്രീം കോടതി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ വ്യവസ്ഥ ഇല്ലാതെ ആ നിയമ പോരാട്ടം മുന്നിൽ നിന്ന് നയിക്കുന്ന പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. വി നോ ഹൗ ടു ഗോ ഓൺ എന്ന് കോൺഫിഡൻസോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും കാര്യത്തിൽ. ഇതൊക്കെ നമ്മുടെ പൊളിറ്റിക്സ് ആണ്. ഇത് ലീഗിനെ ഡിഫൻസിലാക്കാൻ വേണ്ടി, ഇത് പിന്നെ ഇപ്പോഴത്തെ വഖഫ് ബോർഡിനെ സംരക്ഷിച്ച് കിട്ടാൻ ഈ ചെയർമാന്റെ അധികാരം പൂതിയല്ലാതെ മറ്റൊന്നും ഇതിന്റെ പിറകിലില്ല എന്നുള്ള ലീഗിന്റെ നിലപാടാണ്, ഞങ്ങളുടെ ബോധ്യമാണ്. ശരി, അഡ്വക്കേറ്റ് ഷിബു മീരാനാണ് പ്രതികരിച്ചത്. എന്തായാലും കോടതിയിലെ നിയമ പോരാട്ടത്തിൽ, സുപ്രീം കോടതി നിയമ പോരാട്ടത്തിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. വഖഫിന്റെ പുതിയ കേന്ദ്ര നിയമത്തെ ചോദ്യം ചെയ്യും, അത് തങ്ങളുടെ വാദം അംഗീകരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.